ഹായ് ഹലോ എല്ലാവർക്കും സിന്ധുസ് വേൾഡ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബീഫാണ് കിട്ടിയത്. അപ്പോൾ നമുക്കത് കറിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ബീഫ് നല്ലോണം കഴുകി വാരി എടുത്തിട്ട് നമ്മൾ കുക്കറിലേക്കിട്ട് ഒരു അതിൽ കുറച്ച് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഉപ്പ് ലേശം വെളിച്ചെണ്ണ കറിവേപ്പില പിന്നെ ഒരു 5-6 മണി ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ നല്ല സോഫ്റ്റ് ആവുന്ന ഏത് മീറ്റ് ഇട്ടാലും മീറ്റിലും സോഫ്റ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. പിന്നെ സോഫ്റ്റ് ആകലുണ്ട് ഞാനിട്ടിട്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ്. ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കറിവേപ്പിലയും ചെറിയുള്ളിയും പിന്നെ കുറച്ച് ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാക്കി വറുക്കുക. വറുത്തതിൽ കുറച്ച് 3-4 വറ്റൽ മുളകും കൂടി ഇടണം. അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ബ്രൗൺ കളറായി വറുത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി ഇതുപോലെ നല്ലോണം ഒന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ചമണവും ഇതൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് മസാലപ്പൊടി ഇടുക. മസാലപ്പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. എല്ലാം കൂടെ മസാലപ്പൊടി ഇട്ടേ മസാലപ്പൊടി ഇട്ട് ഇത് ഇനി മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് മഞ്ഞൾ പൊടിയും മസാലപ്പൊടിയൊക്കെ കൂടെ ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അടുത്ത ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ ചതച്ചിട്ടായിരുന്നു, പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ഉള്ളി നമുക്ക് മുറിച്ചിട്ട് നല്ലോണം വാട്ടിയെടുക്കണം. നല്ലോണം വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഇതൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച് അതിലൊരു പച്ചമുളക് ഇട്ടിനെ. കാരണം പച്ചമുളക് ഒന്നേ ഇട്ടിട്ടുള്ളൂ. കാരണം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ബീഫ് വേവിക്കുന്ന സമയത്ത്. അതുപോലെ വറുക്കുന്ന സമയത്ത് അതിൽ മസാലപ്പൊടിയിലും പിന്നെ അതിലും വറ്റൽ മുളകും ഒക്കെ ഇട്ടതുകൊണ്ട് ഒറ്റൊരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. എരിവൊക്കെ നോക്കിയിട്ട് പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ അല്ല കേട്ടോ, ബീഫ് എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് നല്ലതാണ്, സോഫ്റ്റായിട്ടാണ്. കുറച്ച് ഇതൊക്കെ ഉണ്ട് അതിൽ, എല്ലാം കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുമുണ്ട് ബീഫ്. നമുക്ക് എന്നിട്ട് ഈ വാട്ടി വെച്ച ഇതിലേക്ക് നമുക്ക് ബീഫ് ഇടാം. അങ്ങനെ ബീഫ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ബീഫ് അതിലേക്ക് നല്ലോണം ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം അതെല്ലാം കൂടെ ഒന്ന് ജോയിൻ്റായി മിക്സായി വേകട്ടെ. അപ്പം നമുക്ക് അരയ്ക്കാനുള്ളത് മിക്സിയിലേക്കിടാം. അത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടാകും ഇപ്പം നല്ലോണം. അപ്പോൾ ചൂടാറിയതിൽ നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. കാരണം എന്താണെന്നറിയോ, പൊടിച്ചിട്ട് ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. പൊടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളമൊഴിച്ച് അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ കിട്ടും നമുക്ക്, വറുത്തതല്ലേ അതുകൊണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് കറിയിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് നല്ലോണം അവരെല്ലാവരും കൂടെ ഒന്ന് ഇതാകട്ടെ, ജോയിൻ്റ് ആകട്ടെ. അതുവരെ അത് വെച്ച് മല്ലിയിലയും ഇതാക്കിയിട്ട്